എല്ലാവർക്കും സിമിസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. 1/2 കപ്പ് പരിപ്പ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഏത് ടൈപ്പ് പരിപ്പാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് വേവിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഈ പരിപ്പ് നന്നായിട്ട് വെന്ത് വരണം. പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം, ഇനി ഒരു ബേ ലീഫ്, ഒരു ചെറിയ പീസ് പട്ട, 3 ഗ്രാമ്പൂ, ഇനി ഒരു പകുതി പീസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി ഒരു പേരിന് മതി, കുറച്ച് ഇട്ടേച്ചാൽ മതി. അപ്പോൾ ഈ സ്പൈസസ് ഒക്കെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഇടാം ആദ്യമേ. അപ്പോൾ സവാളയും തക്കാളിയൊന്നും ഒരുപാട് വേണ്ട, കുറച്ച് ഇട്ടേച്ചാൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇതിലേക്ക് ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ്. ഈ തക്കാളി ഒന്ന് വഴന്ന് വരണം. ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഈ പൊടികളെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ ഈ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ പരിപ്പ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഗ്രേവിയൊക്കെ വറ്റിയിട്ട് നല്ല തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറും കൂടെ ചേർക്കണേണ്. ഇത് ഓപ്ഷനിലാണ്. ചെറിയ പീസ് ബട്ടർ, അത് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.